വീട്ടിലെപ്പോഴും ഒരു ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീബുദ്ധന്റെ സ്റ്റാച്യു വയ്ക്കുക. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി മണ്ടീരിയൻ ടെക്കിന്റെ സ്റ്റാച്യു വെക്കുന്നതും കപ്പിൾസുകൾ തങ്ങളുടെ ഐക്യത്തിന് നല്ലതായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോയിൽ പറയുന്നുണ്ട്. വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ എപ്പോഴും ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള മലിനപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിക്കിന്റെ ഒരു വൈബ്രേഷൻ ആ വീട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോർത്ത് വെസ്റ്റിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നോർത്ത് വെസ്റ്റിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു ബ്ലൂ ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളം വയ്ക്കുക. 3 ദിവസങ്ങൾ കൂടുമ്പോൾ ഈ വെള്ളം മാറണം. അപ്പോൾ ഇത് പലയിടത്തും പറയുമ്പോൾ ഒരു പറയും സാറേ ആ ബാത്റൂമിനകത്ത് ബ്ലൂ ബക്കറ്റാണ് ഇരിക്കുന്നതെന്ന് പറയും. ബ്ലൂ ബക്കറ്റ് വെച്ചിട്ട് കാര്യമില്ല. ബ്ലൂ ബക്കറ്റിൽ 20 ലിറ്റർ വെള്ളം വെച്ചിട്ട് അതൊരു റെമഡി ആയി കണക്കാക്കണം. ബാത്റൂമിന്റെ ആവശ്യത്തിന് വേറെ ബക്കറ്റ് ഉപയോഗിക്കണം. രണ്ടാമത്, വീടിന്റെ പുറത്ത് നോർത്ത് വെസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് 6 റോഡ് വിൻഡ് ചെയിമുകൾ ഇടാം. അടുത്തത്, വീട്ടിലെപ്പോഴും ഒരു ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ട് സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീബുദ്ധന്റെ സ്റ്റാച്യു വയ്ക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ നല്ലതാണ്. ഇനി വീട്ടിലെ കുടുംബാംഗങ്ങൾ തങ്ങളുടെ ഐക്യം ഉണ്ടാവാനും വീടിന്റെ സന്തോഷം നിലനിൽക്കാനും വേണ്ടിയിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കാവുന്ന 2 സിംബലുകൾ എന്ന് പറയുന്നത്, ഒന്ന്, സ്വീകരണ മുറിയുടെ സൗത്ത് വെസ്റ്റിൽ ഒരു മിസ്റ്റിക് നോട്ട് വെക്കാം. അത് കുടുംബാംഗങ്ങളുടെ ഐക്യം ഉണ്ടാവാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഫാമിലിയുള്ള എല്ലാവരുടെയും കൂടെ ഫോട്ടോ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുന്നതും കുടുംബാംഗങ്ങളുടെ ഒരു ഐക്യം ഉണ്ടാവാനും നല്ലതാണ്. ഇനി വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന സിംബൽസ് വെക്കാം. അതുപോലെ തന്നെ കപ്പിൾസുകൾ തങ്ങളുള്ള ഐക്യത്തിന് വേണ്ടിയിട്ടും അവരുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഈ മിസ്റ്റിക് നോട്ടും ഡബിൾ ഹാപ്പിനെസ് സിംബൽസും വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി മണ്ടീരിയൻ ടെക്കിന്റെ സ്റ്റാച്യു വെക്കുന്നതും കപ്പിൾസുകൾ തങ്ങളുടെ ഐക്യത്തിന് നല്ലതായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പരസ്പരം സ്നേഹം ലഭിക്കാനും ഒക്കെ മിസ്റ്റിക് നോട്ടിന്റെ സിംബൽസ് ബെഡിന് അടിയിലിട്ട് കിടക്കുന്നതും നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ഒരു വിക്ടറി ഹോഴ്സ് ആണ്. പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗത്ത് ഡയറക്ഷനിൽ സൂക്ഷിക്കാം. വീടിന് നേരെ വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വീടിന്റെ ഈ പക്കോമറിന്റെ 2 സൈഡുകളിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഫ്ലൂഡോക്സിന്റെ സിംബൽസും വെക്കാവുന്നതാണ്. നിങ്ങളുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ആ മിസ്സിംഗ് മാറാൻ വേണ്ടിയിട്ടും സൗത്ത് വെസ്റ്റിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ ഹാങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.